Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നാളെയും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നാളത്തെ ക്ലാസ് ഞാനായിരിക്കും കേട്ടോ. മറ്റന്നാള് അതായത് ഫ്രൈഡേ എന്റെ ക്ലാസ് വന്ദന മിസ് എടുക്കും കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസ് ഇന്ന് ഇംഗ്ലീഷ് അല്ലായിരുന്നോ വേണ്ടേ? ഇന്ന് ഇംഗ്ലീഷ് മിസ് ലീവാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്യൂരിറ്റിയില് 3rd പോയിന്റ് വരെ പറഞ്ഞായിരുന്നു അല്ലെ? 3rd പോയിന്റ് വരെ അല്ലേ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കിക്കോളൂ കേട്ടോ. 4th പോയിന്റ്, പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻസ്, ജനറേറ്റേഴ്സ്, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ എക്സെട്ര. അതായത് ആശുപത്രിയിലെ പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ജനറേറ്റർ, വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ ഈ പവർ സ്റ്റേഷൻ എന്നിവയുടെ വിതരണം സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പോരുക എന്നുള്ളത്. ഇപ്പോ നമുക്കറിയാം ആശുപത്രിയിൽ എപ്പോഴും വെള്ളമൊക്കെ എന്താ പറയുക, അതായത് വാട്ടർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതായത് അവിടെ അതില്ലാതെ നമുക്ക് ഒന്നിനും പറ്റില്ല. രോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും എല്ലാ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എന്ത് വേണം? വാട്ടർ ആവശ്യമാണ്. വേണ്ടേ? വാട്ടർ വേണ്ടേ? എന്തിനും? ഏത് കാര്യങ്ങളും, ഹോസ്പിറ്റലിന്റെ ഏത് കാര്യങ്ങൾക്കും വാട്ടർ ആവശ്യമല്ലേ? ആണോ അല്ലയോ? യെസ്. അതുപോലെ തന്നെ വൈദ്യുതി അല്ലേ? ഇലക്ട്രിസിറ്റി ആവശ്യമല്ലേ? കറണ്ട് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കറന്റ് വേണം അല്ലെ? ഇനി കറന്റ് പോയാൽ തന്നെ അവിടെ ജനറേറ്റർ ആവശ്യമാണ് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്താ പറയാ സെക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഓക്കെ. Then 5th point, restrain and strictly control access to the hospital, direct the entry for authorized persons to appropriate areas, ambulance to emergency, relatives to waiting area, media to media room, etc. അതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം പ്രവേശനം കൊടുക്കുക, അല്ലെങ്കിൽ പ്രവേശനം നിയന്ത്രിക്കുക. അതായത് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പ്രവേശനം, ആക്സസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം എൻട്രിക്കുള്ള കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം കൊടുക്കുക എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആംബുലൻസുകളാണെങ്കിൽ എമർജൻസി റൂമുകളിലോട്ടും, റിലേറ്റീവ്സ് ആണെങ്കിൽ അതായത് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരെ വെയിറ്റിംഗ് റൂമിലോട്ടും, പിന്നെ മീഡിയ ആണെങ്കിൽ അവരെ മീഡിയ റൂമിലോട്ടും എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ അവരെ പ്രവേശിപ്പിക്കുക എന്നുള്ളതും എന്താണ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓതറൈസ്ഡ് പേഴ്സൺസിന്, അതായത് ഹോസ്പിറ്റലിൽ പറയുന്ന ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ എൻട്രി അനുവദിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ആംബുലൻസുകളാണെങ്കിൽ അത് എമർജൻസിയിലേക്കും, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിലേക്കും, ദെൻ മീഡിയ ആണെങ്കിൽ മീഡിയ റൂമിലേക്കും അവർക്ക് ആക്സസ് ഉണ്ടാകുന്നതാണ്.
ദെൻ ആറാമത്തെ പോയിന്റ് പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും സംരക്ഷിക്കുക. ഡിസാസ്റ്റർ വരുന്ന സമയത്ത്, ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾക്ക് രോഗികളെ പോലെ തന്നെ, അതായത് അവിടെ വരുന്ന ആളുകളെ പോലെ തന്നെ പ്രധാനമാണ് എന്ത്, അവിടെയുള്ള സ്റ്റാഫുകളുടെ ജീവനും. അല്ലെ? ഇമ്പോർട്ടന്റ് അല്ലേ? രോഗികളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് അല്ലേ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ജീവൻ? ആണോ? Yes or no? Yes, അല്ലെ? ഓക്കെ. അപ്പോ ആശുപത്രി സ്റ്റാഫുകളെയും അതുപോലെ തന്നെ അവിടെയുള്ള രോഗികളെയും സംരക്ഷിക്കുക എന്നുള്ളത്. Then ഏഴാമത്തെ പോയിന്റ്, all hospital personnel should wear identity cards. ഹോസ്പിറ്റലിലുള്ള എല്ലാ ജീവനക്കാരും ഐഡന്റിറ്റി കാർഡ് ധരിച്ചിരിക്കണം. ഓക്കെ, അതും സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ ഇതില്? ഓക്കെ ആണ്. നമുക്ക് ട്രയാജ് എന്ന് നോക്കാം. ട്രയാജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് എന്താണ് ട്രയാജ്. എന്താണ് ട്രയാജ്? സിമ്പിൾ വേർഡിൽ പറഞ്ഞേ, സോർട്ട് ചെയ്യുക അല്ലെ? ഓക്കെ. The process of the sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. Triage is done in emergency room, disasters and wards when limited medical resources must be allotted to enhance the number of survivors. ട്രയേജ് എന്നത് രോഗികളെ അവർക്ക് വേണ്ട എമർജൻസി ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം ട്രയേജ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതാണ്. ട്രയേജ് നടക്കുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് എവിടെയൊക്കെയാണ് ട്രയേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് നടക്കുന്നത്? ഒന്നാമത് എമർജൻസി റൂമിലാണ്. ഓക്കെ, എമർജൻസി റൂമിൽ ട്രയേജ് അനുസരിച്ചിട്ടാണ് ആളുകളെ സോർട്ട് ചെയ്ത് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ, അതായത് ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു ദുരന്തം ഉണ്ടായെന്ന് വിചാരിക്കാം. കുറെ ആളുകളെ അതിനോടനുബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അവിടെ ഏറ്റവും ആദ്യം ജീവൻ രക്ഷിക്കേണ്ടത് ആരാണ്, രണ്ടാമത് ആരാണ്, മൂന്നാമത് ആരാണ്, അങ്ങനെ പ്രത്യേകമായിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തും ട്രയേജ് നടപ്പിലാക്കാറുണ്ട്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത്, വാറുകളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലെ ആ സമയത്തും ആശുപത്രിയിൽ ഇതുപോലുള്ള ട്രയേജ് പ്രൊസീജിയർ നടക്കാറുണ്ട്. കാരണം അവിടെ നിന്ന് എന്തായാലും രോഗികളെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്തും ഈ ഒരു സോർട്ട് ഔട്ട് നടക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്തത് പറഞ്ഞോട്ടെ. നോക്കിയാൽ നിങ്ങൾ ട്രയാജിലെ കാറ്റഗറി 1, അതായത് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ആളുകളാണ്. നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന്, അതായത് എത്രയും ഉടനെ തന്നെ ജീവൻ രക്ഷിക്കാൻ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ പെടുന്നതാണത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അഥവാ കാറ്റഗറി 1. ഓക്കെ, അപ്പൊ അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികളാണ് കാറ്റഗറി 1 വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 20%, അതായത് ആശുപത്രിയിൽ വരുന്ന ആളുകളിൽ 20% ആളുകളാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ, മുഴുവൻ ആളുകളും ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി 1 പെടുന്നില്ല, മറിച്ച് 20% ആളുകളാണ് ഇത്തരത്തിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരെ പ്രയോറിറ്റി 1 ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ദെൻ അപ്രോക്സിമേറ്റ്ലി 20% ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്രയോറിറ്റി 1 ഇവരെ ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ആളുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷനുകളോടെ പോകുന്ന ആളുകളാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി 1 പെടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് സിവിയർ ബ്ലീഡിംഗ് ആണ്. സിവിയർ ബ്ലീഡിംഗ് എന്താണ് സിവിയർ ബ്ലീഡിംഗ്?
മലയാളം എന്താ അതിന്റെ സിവിയർ ബ്ലീഡിങ്? കഠിനമായ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള രക്തസ്രാവം എന്ന് പറയാം അല്ലെ. അതായത് സിവിയർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് രക്തം പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. ദെൻ രണ്ടാമത്തത്, അപ്പോ സിവിയർ ബ്ലീഡിംഗ് ഉള്ള ആളുകള് കാറ്റഗറി 1 അഥവാ പ്രയോറിറ്റി 1-ലാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഇതെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ, അതായത് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി പഠിച്ചതാണ്. എന്തിൽ പഠിച്ചു? വേറെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എയർവേ ഒബ്സ്ട്രക്ഷൻ. ഇതിന്റെ മറ്റൊരു പേരാണ് എയർവേ ഒബ്സ്ട്രക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് എയർ ഫ്രീ ആയി പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ. നമ്മുടെ ലങ്സില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയർ ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനെയാണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എയർവേ ഒബ്സ്ട്രക്ഷൻ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതിന്റെ മറ്റൊരു പേര് എയർവേ ഒബ്സ്ട്രക്ഷൻ എന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എയർ നമുക്ക് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ വരുന്ന രോഗികള്. ഓക്കെ, ദാറ്റ് ഈസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. then അടുത്തതാണ് ന്യൂമോതൊറാക്സ്. ന്യൂമോതൊറാക്സ് എന്താണ്? ന്യൂമോതൊറാക്സ് പഠിച്ചിട്ടുണ്ടോ? ന്യൂമോതൊറാക്സ് അതായത് abnormal collection of air in lungs or chest part. Okay, abnormal collection of air in lungs or chest part. നമ്മുടെ ലങ്സിനുള്ളില് എയർ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കൊളാപ്സ് ആകുന്ന അവസ്ഥയാണെന്ത് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലങ്സിനുള്ളിൽ എന്താണ്, എയർ എന്ത് ചെയ്യും, വലിയ രീതിയിൽ അടിഞ്ഞുകൂടും, അക്യുമുലേറ്റ് ചെയ്യും, എന്നിട്ട് കൊളാപ്സ് ആകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് പോവാട്ടോ. അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ് പാർട്ട്. ഓക്കെ, നമ്മുടെ നെഞ്ചിന്റെയും അതുപോലെ തന്നെ ലങ്സിന്റെയും ഇടയിലായിട്ടാണ് ഈ എയർ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. Abnormal collection of air in lungs or chest part. എഴുതിയോ? എഴുതിയായിരുന്നോ? നോട്ട് ചെയ്യുന്നില്ലേ ഞാൻ പറയുന്നത്? ന്യൂമോതൊറാക്സ് ആണ് പറയുന്നത്. അബ്നോർമൽ കളക്ഷൻ, അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ്, ലങ്സ് ശ്വാസകോശം, ലങ്സ് ഓർ ചെസ്റ്റ് പാർട്ട്, ചെസ്റ്റ് പാർട്ട്. ഓക്കെ, അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോ ന്യൂമോതൊറാക്സ് അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, സിവിയർ ബ്ലീഡിംഗ്, ഇത് മൂന്നും കാറ്റഗറി 1-ലാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം ഹീമോതൊറാക്സ്. ഹീമോതൊറാക്സ് എന്താ? വാട്ട് ഈസ് മീൻ ബൈ ഹീമോതൊറാക്സ്? ഹീമോ മീൻസ് എന്താ? ഹീമോ ബ്ലഡ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് കയറുന്നതാണ് കേട്ടോ. ബ്ലഡ് ശ്വാസകോശത്തിലേക്ക്, നമ്മുടെ ലങ്സിനുള്ളിലേക്ക് കയറുന്നതിനെയാണ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് അക്യുമുലേറ്റ് ഇൻ ലങ്സ്,
നമ്മുടെ ലങ്സിന്റെ ഭാഗത്തായിട്ട്, അതായത് ചെസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനും ഇടയിലായിട്ടുള്ള ഭാഗത്ത് ബ്ലഡ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് അടിഞ്ഞു കൂടുമ്പോൾ രോഗിക്ക് ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് നമ്മുടെ ലങ്സിനുള്ളിലോട്ട് കയറുന്നത്. ഓക്കെ, ബ്ലഡ് അക്യുമുലേറ്റിംഗ് ലങ്സ് എഴുതിയായിരുന്നോ? ഓക്കെ, then next one എന്താ? ഹൈപ്പോവോൾമിക് ഷോക്ക്. ഹൈപ്പോവോൾമിക് ഷോക്ക് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൈപ്പോവോൾമിക് ഷോക്ക് അതാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നേ. ഹൈപ്പോവോൾമിക് ഷോക്ക് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീഹൈഡ്രേഷൻ കൂടുതലായിട്ട് സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? എന്താണ് ഉണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്യാമോ? ഡീഹൈഡ്രേഷൻ ഉണ്ടായാല് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് വാട്ടർ ലോസ് ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോ ഈ ഒരു ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വലിയ രീതിയിൽ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് നഷ്ടപ്പെടുമ്പോൾ ബ്ലഡ് പ്രഷർ ലോ ആകുകയും ഓക്സിജൻ വേണ്ടത്ര രീതിയിൽ കിട്ടാതെ പോകുകയും ചെയ്യുന്ന അവസ്ഥയാണത് ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാവുമ്പോൾ ശരീരത്തിന് ഒരു ഷോക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്നൊരു എന്താ പറയാ, പെട്ടെന്ന് ബോധം കിട്ട് വീഴുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് അധികമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബ്ലഡ് പ്രഷർ അഥവാ BP ലോ ആവുകയും ഓക്സിജൻ വേണ്ടത്ര രീതിയിൽ കിട്ടാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരാണത് ഹൈപ്പോവോൾമിക് ഷോക്ക്. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പോ അത് എഴുതിക്കോളൂ കേട്ടോ, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഷോക്ക് ഡ്യൂ ടു ഷോക്ക്. സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് ആണ് പറയുന്നത്. ഷോക്ക് ഡ്യൂ ടു loss of blood or body fluids causing low blood pressure and poor oxygen supply to organs. ഒന്നുകൂടി പറഞ്ഞു തരാം. ഷോക്ക് ഡ്യൂ ടു loss of blood or fluids causing low blood pressure and poor oxygen supply to organs. എല്ലാവരും എഴുതിയോ? ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ സിവിയർ ബ്ലീഡിംഗ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഹൈപ്പോവോൾമിക് ഷോക്ക് ഏത് കാറ്റഗറിയിലാ വരുന്നേ? വിച്ച് കാറ്റഗറി? ഏത് കാറ്റഗറിയാണ്? കാറ്റഗറി 1. ഓക്കെ, അടുത്തത് എക്സ്ട്രീംലി സിവിയർലി ഇഞ്ചേർഡ്. ഓക്കെ, എക്സ്ട്രീംലി സിവിയർലി ഇഞ്ചേർഡ് അതായത് ഭയങ്കരമായിട്ട് മാരകമായിട്ട് പരിക്കേറ്റിട്ടുള്ള ആളുകൾ. ഓക്കെ, മാരകമായിട്ട്
പരിക്കേറ്റിട്ടുള്ള ആളുകൾ, ഭയങ്കര എന്താ പറയാ ഗുരുതരമായിട്ടുള്ള പരിക്കുകളായിരിക്കാം ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്നത്. അവര് കാറ്റഗറി 1ലാണ് വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ഫേഷ്യൽ ബേൺസ്. ഫേഷ്യൽ ബേൺസ് എന്താ? ഫേഷ്യൽ ബേൺസ് ഫേഷ്യൽ ഇഞ്ചുറീസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഫേഷ്യൽ ബേൺസ് are burn injuries affecting the skin and soft tissues of the face. Affecting the skin and soft tissues of the face. Facial burns are burn injuries affecting the skin and the soft tissues of the face. നമ്മുടെ ഫേസിന് ചുറ്റുമുള്ള സ്കിന്ന്, അതായത് നമ്മുടെ ഫേസിന്റെ സ്കിന്ന്, അതുപോലെ നമ്മുടെ ഫേസിലെ ടിഷ്യൂസ്, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഇഞ്ചുറീസിനെയാണ് ഫേഷ്യൽ ബേൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, the next one എന്ന് പറയുന്നത് burns to upper respiratory tract ആണ്. burns to upper respiratory tract. എന്തെങ്കിലും പിടി കിട്ടിയോ ആ ഒരു വേർഡിൽ നിന്ന്? എവിടെ ഉണ്ടാകുന്ന പരിക്കുകളാണ്, ഇഞ്ചുറീസ് ആണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്? മനസ്സിലായോ? എന്തെങ്കിലും ഐഡിയ? യെസ് ഓർ നോ? കമന്റ് ചെയ്യാ. കിട്ടിയെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാ, അല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാ. എവിടെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്? പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ചാപ്റ്ററില്? വേറെ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ത്രോട്ടാണോ? അതായത് നമ്മുടെ ഈ ഒരു നെഞ്ചിന് മുകളിലുള്ള ഭാഗം കേട്ടോ. ഏതൊക്കെ വരാം അതില്? നെഞ്ചിന് മുകളിലുള്ള ഭാഗം, നമ്മുടെ ചെസ്റ്റിന് മുകളിലുള്ള ഭാഗം. ഓക്കെ, എന്നിട്ട് നമ്മുടെ മൗത്ത് വരാം, ത്രോട്ട് വരാം, ഐസ് വരാം, ഇയർ വരാം. ഓക്കെ, നമ്മുടെ വായ, അതുപോലെ തൊണ്ട അല്ലെങ്കിൽ കഴുത്ത്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണ്, പിന്നെ അതുപോലെ തന്നെ ചെവി, ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ഈ ഒരു ഭാഗം കേട്ടോ. അതായത് നമ്മുടെ നെഞ്ചിന്റെ വശം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് താഴോക്കാണ് നമ്മുടെ നെഞ്ചിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, ചെസ്റ്റിന്റെ ഏരിയ. എന്നാൽ ഇവിടുന്ന് മുകളിലോട്ടാണ് എന്ത്, നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് വരുന്ന ഇഞ്ചുറീസ് കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ എഴുതി തരാം കേട്ടോ, നോട്ട് തരാം. ഇഞ്ചുറി ഓഫ് ദ മൗത്ത്, ത്രോട്ട്, ഐസ് ആൻഡ് ഇയേഴ്സ്. Injury of the mouth, throat, eyes and ears. Okay. നോസും ഉണ്ട് കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. നോസും ഉണ്ട് കേട്ടോ. ഓക്കെ,
അടുത്തത് കാറ്റഗറി 2 ആണ് കേട്ടോ. കാറ്റഗറി 2 എന്ന് പറയുന്നത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി 14% പ്രയോറിറ്റി 2. അതായത് നമ്മുടെ കാറ്റഗറി 1-നേക്കാളും കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് പരിചരണം കൊടുക്കേണ്ടത്. ഓക്കെ, വൈകി പരിചരണം കൊടുത്താൽ മതി. അതാണ് ഡിലേഡ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. പിന്നെ വരുന്നവരിൽ 40% പേരും ഈ ഒരു ഡിലേഡ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ്ലി 14% എന്ന് പറയുന്നത്. ഇവര് പ്രയോറിറ്റി 2-ലാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കാറ്റഗറി 2-ൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രാക്ചേഴ്സ് ആണ്. ഫ്രാക്ചേഴ്സ് എന്താണ്? ഫ്രാക്ചറുകള് ഫ്രാക്ചേഴ്സ് കമന്റ് ചെയ്യൂ. ഫ്രാക്ചേഴ്സ് എന്താ? പരിക്കുകൾ അല്ലേ? ആ, ചെറിയ ചെറിയ, അതായത് അധികം ഗുരുതരമായിട്ടുള്ളതല്ല കേട്ടോ. ഓക്കെ, അത്രയധികം ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലാണ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കെയർ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഫ്രാക്ചേഴ്സ്, പരിക്കുകൾ. രണ്ടാമത്തേതാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ജോയിന്റുകൾ ഡിസ്ലൊക്കേറ്റ് ആവുക. അതായത് നമ്മുടെ എന്താ പറയാ, നമ്മൾക്ക് ഇപ്പൊ എല്ലാ സ്ഥലത്തും നമ്മുടെ ബോഡിയിൽ പല ഭാഗത്തും ജോയിന്റുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തുണ്ട്, നമ്മുടെ അല്ലെ കൈമുട്ടിന്റെ ഭാഗത്തുണ്ട്, കാൽമുട്ടിന്റെ ഭാഗത്തുണ്ട്, കാൽപാദത്തിന്റെ ഭാഗത്തുണ്ട്. അങ്ങനെ പല സ്ഥലത്തും എന്തുണ്ട്? ജോയിന്റ്സ് ഉണ്ട്. അപ്പോ എന്തെങ്കിലും പരിക്കുകൾ കൊണ്ട് നമ്മുടെ ജോയിന്റുകൾ ഡിസ്ലൊക്കേറ്റ് ആവാന്ന് പറയും. അതായത് കുഴ തെറ്റാന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടോ? കാലിന്റെ കുഴ തെറ്റി, കൈയുടെ കുഴ തെറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പോ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് ജോയിന്റുകള് ഡിസ്ലൊക്കേറ്റ് ആവുക. ഓക്കെ, dislocation means joints dislocated. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ. അതായത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാവുക, നമ്മുടെ ഒരു അബ്ഡോമന്റെ ഭാഗത്ത്. അത് ചിലപ്പോ അതിനകത്ത് നമ്മുടെ കിഡ്നി ഉൾപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ലിവർ ഒക്കെ നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത് അല്ലെ, പ്ലേസ് ചെയ്യുന്നത്. അപ്പോ അവിടെ ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെയാണ് അബ്ഡോമൻ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്തായിട്ട്, അതായത് അതിനകത്ത് ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്. പുറമേ നിന്ന് മാത്രമല്ല, അതിനകത്ത് കിഡ്നി വരാം, അതുപോലെ തന്നെ ലിവർ വരാം. അങ്ങനെയുള്ള ഓർഗൻസിലേക്ക് എന്തെങ്കിലും തരത്തിൽ പരിക്കുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അബ്ഡോമൻ ഇഞ്ചുറീസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂറോജെനിറ്റൽ ട്രാക്ട് ആണ്. യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത് എന്താ? അതായത് നമ്മുടെ ഈ ഒരു തൊറാക്സ് പറഞ്ഞില്ല അല്ലെ? ഓക്കെ, പറയാൻ വിട്ടുപോയി. തൊറാക്സ് പറഞ്ഞുതരാം. തൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടാണ്. തൊറാക്സ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ നെക്ക് ആൻഡ് അബ്ഡോമൻ. അതായത് നമ്മുടെ കഴുത്തിനും നമ്മുടെ വയറിനും ഇടയിലുള്ള ഭാഗം. അതായത് ഇന്റേണൽ ഓർഗനില് നമ്മുടെ കഴുത്തിനും വയറിനും ഇടയില് നമ്മുടെ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആന്തരിക ഇന്റേണൽ ഓർഗൻസിനും ഒക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവചമാണെന്ത് തൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ നെക്കിനും അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനും ഇടയിലായിട്ടാണ് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ലെയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ് പ്രശ്നമാണ്. അതിനെന്തെങ്കിലും പരിക്കുകൾ, അതിനെന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തില് ഈ തൊറാക്സുമായി ബന്ധപ്പെട്ട് വരുന്നത് കാറ്റഗറി 2-ലാണ്. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ. thorax is the part of the body. Thorax is the part of the body between the neck
between the neck and the abdomen. And the abdomen. Thorax is the part of the body between the neck and the abdomen. Then അടുത്തത് യൂറോജെനിറ്റൽ ട്രാക്ട് ആണ്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തെങ്കിലും കണക്ഷൻ വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏത് അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത്? യൂറിൻ അല്ലെ, സിമ്പിൾ ആണ്. ഓക്കെ, അതായത് ഇൻക്ലൂഡ്സ് ദ ഓർഗൻസ് ഓഫ് ദ യൂറിനറി സിസ്റ്റം ആൻഡ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇപ്പൊ കിഡ്നി വരാം, അതുപോലെ തന്നെ എന്താ പറയാ, അതുപോലെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലാഡർ വരാം, അതുപോലെ യൂട്രസ് വരാം. ഇതിനെന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഇഞ്ചുറീസ് ഒക്കെയാണ് യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? കിഡ്നി, ബ്ലാഡർ, യൂട്രസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പരിക്കുകളാണെന്ത് യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോളൂ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും കേട്ടോ. Includes the organs of the urinary system, includes the organs of urinary system and reproductive system and reproductive system. And ബ്രാക്കറ്റിൽ എഴുതുക കിഡ്നി, ബ്ലാഡർ, uterus. Kidney, bladder, uterus. ഒന്നും കൂടി പറയാം. യൂറോജെനിറ്റൽ ട്രാക്ട് includes the organs of the urinary system and reproductive system The ബ്രാക്കറ്റിൽ എഴുതുക കിഡ്നി, ബ്ലാഡർ ആൻഡ് യൂട്രസ്. കിഡ്നി, ബ്ലാഡർ ആൻഡ് യൂട്രസ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കള്ള്, അതായത് തലയുടെ പിൻഭാഗത്ത് തലയോട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ പരിക്കുകള്. അതുപോലെ തന്നെ ബ്രെയിൻ, നമ്മുടെ തലയ്ക്കുണ്ടാകുന്ന, അതായത് നമ്മുടെ തല മൊത്തത്തിൽ ഹെഡ് മൊത്തം നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് ഉണ്ടാകുന്ന പരിക്കുകള്. പിന്നെ അതുപോലെ തന്നെ 2 and 3 degree ബേൺസ്, അതായത് പൊള്ളലാണ് കേട്ടോ. ബേൺ എന്ന് പറഞ്ഞാൽ പൊള്ളലാണ്. അപ്പൊ 1st degree പൊള്ളലുണ്ട്, 2nd degree ഉണ്ട്, 3rd degree ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? 1st degree ബേൺ, 2nd degree ബേൺ, 3rd degree ബേൺ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പഠിച്ചിട്ടില്ല? എത്ര മിണ്ടാതിരിക്കുന്നേ? ബോറടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. പറയാനിട്ടാണ്. ഓക്കെ, അതായത് പൊള്ളലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 and 3 degree ബേൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് 1, 2, 3 അങ്ങനെ 3 തരം പൊള്ളലുകളാണ് ഉള്ളത്. അതിനകത്ത് 1st degree ബേൺ എന്ന് പറഞ്ഞാല് ജസ്റ്റ്, അതായത് നമ്മുടെ ഈ ഒരു, ഞാനിപ്പോ എന്റെ കൈ കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് എനിക്കിപ്പോ പെട്ടെന്ന് എന്റെ കയ്യില് തിളച്ച വെള്ളം വീണെന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള നീറ്റലും പെയിനും ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറും ഓട്ടോമാറ്റിക് ആയിട്ട്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ, അതായത് ആ വെള്ളം വീഴുന്ന സമയത്ത് മാത്രം എനിക്ക് എന്തുണ്ടായി, പൊള്ളൽ അനുഭവപ്പെട്ടു. ദാറ്റ് ഈസ്
ഫസ്റ്റ് ഡിഗ്രി ബേൺ. മനസ്സിലായോ? നിങ്ങൾക്ക് ഉണ്ടാവാറില്ല കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത്? ഉണ്ടാവാറുണ്ട് അല്ലെ? ഇതിനെയാണ് ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആ സ്പെസിഫിക് ടൈമിൽ മാത്രമായിരിക്കും ആ ഒരു ബേൺ അല്ലെങ്കിൽ ആ ഒരു പൊള്ളല് അനുഭവപ്പെടുക. ഓക്കെ, ആ ഒരു സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ട് ചിലപ്പോ എന്താ പറയാ ചെറിയ രീതിയിൽ ചിലപ്പോ ഒരു റെഡ് കളർ വന്നെന്നിരിക്കാം. അത് നിർബന്ധമില്ല, എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ കൈ പൊള്ളിയത് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡിഗ്രി ബേൺ. ഇനി സെക്കൻഡ് ഡിഗ്രി ബേൺ എന്താണെന്ന് പറയാം. സെക്കൻഡ് ഡിഗ്രി ബേൺ എന്ന് പറഞ്ഞാല് അത് നമ്മളുടെ സെക്കൻഡറി ലെയർ ഓഫ് ദ സ്കിന്നിനെയാണ് ബാധിക്കുന്നത്. അതായത് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുന്നു. ഞാനിപ്പോ ഈ നേരത്തെ ഫസ്റ്റ് ഡിഗ്രി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ജസ്റ്റ് ആ പുറത്ത് മാത്രമാണ്, അതായത് പെയിൻ അനുഭവപ്പെടും, കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. എന്നാൽ സെക്കൻഡ് ഡിഗ്രി ബേൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ സെക്കൻഡ് ലെയർ ഉണ്ട്, കുറച്ചും കൂടി അകത്തേക്ക്, അതിനെ ബാധിക്കുന്നതാണ് എന്ത് സെക്കൻഡ് ഡിഗ്രി ബേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അഫക്ട് ദ സെക്കൻഡറി ലെയർ ഓഫ് ദ സ്കിൻ. മനസ്സിലായോ? സെക്കൻഡ് ഡിഗ്രി ബേൺ മനസ്സിലായോ? എഴുതിയെടുത്തോളൂ കേട്ടോ. സെക്കൻഡ് ഡിഗ്രി ബേൺ, ഫസ്റ്റ് ഡിഗ്രി ബേൺ എഴുതണ്ട, നമ്മുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടില്ല. സെക്കൻഡ് ഡിഗ്രി ബേൺ എഴുതിയാൽ മതി. ഇറ്റ് അഫക്ട്സ് ദ സെക്കൻഡറി ലെയർ ഓഫ് ദ സ്കിൻ. സെക്കൻഡറി ലെയർ ഓഫ് ദ സ്കിൻ. ഈ ഒരു സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ട് റെഡ് കളർ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ പൊള്ളിയിട്ടുണ്ടോ ആർക്കെങ്കിലും? നല്ല രീതിയിൽ റെഡ് കളർ ആയിട്ടുണ്ടോ പൊള്ളലേറ്റ സമയത്ത്? എന്തുകൊണ്ടാ? അത് നമ്മുടെ സെക്കൻഡറി ലെയറിനെയാണ് ബാധിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ അവിടെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് റെഡ് കളർ അനുഭവപ്പെടാം, ഭയങ്കരമായിട്ട് സ്വെല്ലിങ്, നീറ്റൽ അനുഭവപ്പെടാം. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ബേൺ. അപ്പൊ തേർഡ് ഡിഗ്രി ബേൺ എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാമോ നിങ്ങള്? തേർഡ് ഡിഗ്രി ബേൺ എന്തായിരിക്കും? ഇത് കുറച്ചും കൂടി അകത്തേക്ക് പോകും. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു സ്കിന്നിന്റെ ആ ഒരു അതിൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ കുറച്ചും കൂടി റെഡ് കളർ അനുഭവപ്പെടും, നീറ്റിൽ ഉണ്ടാവും, കുറെ നേരം ചിലപ്പോൾ അത് നിൽക്കും. എന്നാൽ തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കാം? നമ്മുടെ ഓർഗൻസിന് അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയാണോ പൊള്ളലേറ്റിട്ടുള്ളത് ആ ഭാഗത്തുള്ള അതിന്റെ ഉള്ളിലുള്ള ചില ഓർഗൻസ്, ഞരമ്പുകൾക്കാകാം അല്ലെങ്കിൽ എല്ലുകൾക്കാവാം, എന്ത് ചെയ്യുന്നു, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അതായത് സ്കിന്നിന്റെ ഉള്ളിലോട്ട് പോകുന്നു. അതായത് ഇന്റേണൽ ഓർഗൻസിനോ അല്ലെങ്കിൽ നെർവിനെയൊക്കെ അത് ബാധിക്കാനായിട്ട് ഇടയാകുന്നു. ദാറ്റ് ഈസ് തേർഡ് ഡിഗ്രി ബേൺ. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇപ്പൊ എഴുതിയെടുത്തോളൂ കേട്ടോ. തേർഡ് ഡിഗ്രി ബേൺ എഴുതിയെടുത്തോളൂ. ഡിസ്ട്രോയ്സ് first 3 layer of the skin. First 3 layer of the skin. Destroys first 3 layer of the skin. It affects the internal organ. It affects the internal organ. Okay. അടുത്ത നമുക്ക് നോക്കാം. കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3 വരുന്നത് മിനിമൽ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അതായത് അത്രയധികം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല. കുറച്ച് ട്രീറ്റ്മെന്റ് മാത്രം മതിയാകും. അപ്രോക്സിമേറ്റ്ലി 14% കേട്ടോ, 40% ആളുകളാണ് ഇങ്ങനെ വരുന്നത്. പ്രയോറിറ്റി 3 ആണ്. അതിനകത്ത് ആദ്യം വരുന്നത് മൈനർ വോംസ് ആണ്. മൈനർ വോംസ് എന്ന് പറയുന്നത്
സ്മോൾ ഇഞ്ചുറീസ് ആണ് കേട്ടോ, ചെറിയ ചെറിയ പരിക്കുകൾ. അത് സ്കിന്നിന് ഒക്കെ അഫക്ട് ചെയ്യുന്ന പരിക്കുകളാണ്. നമ്മുടെ ത്വക്ക്, നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയാ സ്കിന്നിനെ അഫക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അത് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങോ ഡാമേജസോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, മൈനർ വോൺസ് നിസ്സാരമായിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഇഞ്ചുറീസ്. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. മൈനർ വോൺസ് ആർ സ്മോൾ ഇഞ്ചുറീസ്. Minor wounds are small injuries to the skin that usually do not cause severe bleeding or damage. Force അല്ലട്ടോ, cause ആണ്. കാരണം CAUSE. Do not cause severe bleeding or damage. Cause എന്നാണ് കേട്ടോ. Minor wounds are small injuries to the skin that usually do not cause severe bleeding or damage. Okay. Okay, clear ആണ് അല്ലേ? ഞാൻ അടുത്തത് സ്മോൾ ഫ്രാക്ചർ ആണ്. സ്മോൾ ഫ്രാക്ചർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പരിക്കുകൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്പ്രെയിൻ ആണ്. ഡാമേജ് എന്നാണ് കേട്ടോ ലാസ്റ്റ്, ഓർ ഡാമേജ് എന്നാണ്. ഡാമേജ്. സ്പ്രെയിൻ എന്താണ്? സ്പ്രെയിൻ കേട്ടിട്ടുണ്ടോ? ഉളുക്ക് അല്ലെ, നമ്മുടെ കൈ അല്ലെങ്കിൽ കാല് കുളുങ്ങി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ സ്പ്രെയിൻ എന്ന് പറയുന്നത് ഉളുക്കാണ് കേട്ടോ. ഒന്ന് എഴുതി വെക്കുക അവിടെ. അത് കാറ്റഗറി 3 വരുന്നത്. ഇനി അടുത്തത് കാറ്റഗറി 4 ആണ്, എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഈ കാറ്റഗറി 4 വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഡൈയിങ് ഓർ ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അതായത് മരിക്കാറായിട്ടുള്ള പേഷ്യൻസ്. ഓക്കെ, മരിക്കാറായിട്ടുള്ള പേഷ്യൻസ്. നമുക്ക് തീരെ സർവൈവലിന് അവിടെ ചാൻസ് ഇല്ല, അതിജീവനത്തിന് ചാൻസ് ഇല്ലാത്ത ചില പേഷ്യൻസ് ഉണ്ട്. അവരെ കൊണ്ടുവരുമ്പോ തന്നെ ഡോക്ടേഴ്സ് പറയും അധികം ഹോപ്പ് ഇല്ല എന്ന് പറയും. അങ്ങനെയുള്ള രോഗികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാറ്റഗറി 4 വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടാഗിങ്. പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. അതായത് രോഗികളെ നമ്മളെ സോർട്ട് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അവർക്ക് ചില ടാഗുകൾ കൊടുക്കാറുണ്ട്. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ചില ടാഗുകൾ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസിനാണെങ്കിൽ റെഡ് ടാഗാണ് കൊടുക്കുക. അതായത് കാറ്റഗറിയാണ് പറയുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ പേഷ്യൻസ്, അതായത് അടിയന്തര പരിചരണം അല്ലെങ്കിൽ എമർജൻസി കെയർ വേണ്ട പേഷ്യൻസിന് റെഡ് ടാഗാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ അർജന്റ് പേഷ്യൻസ് ഉണ്ട്. അതായത് ക്രിട്ടിക്കൽ പേഷ്യൻസ് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് അർജന്റ് പേഷ്യൻസിനെ ആയിരിക്കും. അവർക്ക് യെല്ലോ ടാഗ് ആയിരിക്കും കൊടുക്കുന്നത്. സെക്കൻഡ്. ദെൻ വാക്കിംഗ് വോണ്ടഡ്, ഗ്രീൻ ടാഗ് ആണ്. തേർഡ് ആണ്. അതായത് വാക്കിംഗ് വോണ്ടഡ് എന്ന് പറഞ്ഞാൽ ചെറുതും, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ചെറിയ പരിക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ദാറ്റ് ഈസ് വാക്കിംഗ് വോണ്ടഡ്. അവർക്ക് ഗ്രീൻ ടാഗ് ആണ് കൊടുക്കുന്നത്. ദെൻ നാലാമത്തേത് ഡെഡ് ആണ്. എനി ഡേ, അതായത് മരിക്കാറായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മരിച്ച പേഷ്യൻസ്, ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അവർക്കൊക്കെ ബ്ലാക്ക് ടാഗ് ആണ് കൊടുക്കുന്നത്.
ഓക്കെ ഓക്കെ അല്ലേ? അത് ഈസി അല്ലേ? ഇനി പറയണ്ടല്ലോ. അടുത്തത് നമുക്ക് നോക്കാം എന്താണെന്ന്. സ്റ്റാർട്ട്, START ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാരും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ട് നോക്കാം നമുക്ക്. Simple triage and a rapid treatment is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് എന്ത്? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം ആണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഇതൊരു മെത്തേഡ് ആണ്. ഈ മെത്തേഡിലൂടെ ആളുകളുടെ, അതായത് അവിടെ വരുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവരെ എത്രയും പെട്ടെന്ന് സർവൈവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ്. ഇങ്ങനെയുള്ള, അതായത് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്, ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലുകളിലേക്ക് ആളുകൾ വരുമ്പോൾ, എന്തെങ്കിലും ദുരന്തവുമായി ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരെ പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആളുകൾ നടത്തുന്ന ഒരു മെത്തേഡാണെന്ത്? ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയും പെട്ടെന്ന് വരുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുക, അവരെ പഴയ രീതിയിലേക്ക് ആക്കുക. ഓക്കെ, അതാണ് സ്റ്റാർട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ സ്റ്റാർട്ടിന് കുറേയധികം സ്റ്റെപ്പുകൾ ഉണ്ട്. അതായത് ഈ സ്റ്റാർട്ട് നടപ്പിലാക്കുന്നത് പല രീതിയിലൂടെയാണ്, അല്ലെങ്കിൽ പല സ്റ്റെപ്പ് ആയിട്ടാണ്, ഓരോ പ്രോസസ്സിലൂടെയുമാണ് ഈ സ്റ്റാർട്ട് നടപ്പാക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് ഈസ് ടു സോർട്ട് ഔട്ട് വിക്ടിംസ് ഇൻടു ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി ബൈ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻ. ആദ്യം തന്നെ എന്ത് ചെയ്യും? ധാരാളം രോഗികൾ വരുന്ന ഒരു സമയത്ത് അതിനകത്ത് നിന്ന് ആരൊക്കെയാണ് ആംബുലേറ്ററി പേഷ്യൻസ്, അതായത് ആരൊക്കെയാണ് സ്ട്രെച്ചറിലും വീൽ ചെയറിലും വരുന്ന പേഷ്യൻസ്, അവർക്കായിരിക്കും ചിലപ്പോൾ ആദ്യം നമ്മൾ കെയർ കൊടുക്കേണ്ടത്. അവരെ ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ നോൺ ആംബുലേറ്ററി പേഷ്യൻസ് ഉണ്ട്. അതായത് ഇത്തരത്തില് സ്ട്രെച്ചറിന്റെയോ അല്ലെങ്കിൽ വീൽ ചെയറിന്റെയോ സഹായമില്ലാതെ നടന്നു വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് തരം ആളുകളെയും, ആംബുലേറ്ററി പേഷ്യൻസിനെ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയും ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസിനെയും ആദ്യം തിരിച്ചറിഞ്ഞിട്ട് വെർബൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതായത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരെ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ രോഗിയെ അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റാർട്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ തിരിച്ചറിയുകയും ദെൻ പിന്നീട് അവരെ എന്ത് ചെയ്യുന്നു? വെർബൽ ഇൻസ്ട്രക്ഷൻസ് വഴി അവരെ ഓരോ ഏരിയയിലേക്ക് പറഞ്ഞയക്കും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ നോക്കും. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വസന നിരക്ക്, അല്ലെ? നമ്മുടെ ബ്രീത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് മിനിറ്റില് ബിലോ 30 ആണോ? ഓക്കെ, ഒരു മിനിറ്റില് ബിലോ 30 ആണോ അല്ലെങ്കിൽ 30ക്ക് താഴെയാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് 12 to 18 ആണ്. 12 തുടങ്ങി 18 വരെയാണ് ഒരു വ്യക്തിയുടെ നോർമൽ റെസ്പിറേഷൻ. അപ്പൊ അത് ബിലോ 30 ആണെന്ന് ചെക്ക് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫ്യൂഷൻ ആണ്. പെർഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഒന്ന് റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്, രണ്ടാമത്തത് കാപ്പിലറി റീഫിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് പെർഫ്യൂഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്, അതായത് വരുന്ന രോഗിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു നോക്കും. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അവിടെ പൾസ് അനുഭവപ്പെടും, അല്ലെ? പൾസ് നോക്കുന്നത് ഇവിടെയല്ലേ, അല്ലെ? കൈത്തണ്ടയിലല്ലേ? നിങ്ങൾക്ക് അറിയാലോ അത്. ഓക്കെ, അപ്പൊ പൾസ് ഉണ്ടോ എന്ന് നോക്കും. അതായത് അയാൾക്ക് ജീവൻ ഉണ്ടോ, അല്ലെങ്കിൽ എത്രയാണ് അദ്ദേഹത്തിന്റെ ഒരു മിടിപ്പും കാര്യങ്ങളും, ഹൃദയമിടിപ്പും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും, അല്ലെ? ഓക്കെ, അപ്പൊ പെർഫ്യൂഷന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പൾസ് കൈത്തണ്ടയിൽ വെച്ചിട്ട് നോക്കുന്നതാണ്. പൾസ് നോക്കുന്നതാണ് കൈത്തണ്ടയിൽ വെച്ചിട്ട്.
ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് കാപ്പിലറി റീഫിൽ ആണ്. ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്, വൈറ്റ് ടു റെഡ് ഇൻ 2 സെക്കൻഡ്. അതായത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ നോക്കും. ഓക്കെ, ഇനി ചില രോഗികളിൽ അതായത് ഇത് ചിലപ്പോൾ ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ വരാം. അത് 2 ടൈപ്പ് ഇവിടെ നോക്കാം. ആദ്യം കൈത്തണ്ടയിൽ പിടിച്ച് നോക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ ഈ നഖം ഉണ്ടല്ലോ, അതായത് ഈ കൈവിരലിൽ നഖത്തിന്റെ അടിയിലായിട്ട്, അതായത് 2 ഫിംഗേഴ്സിനെ തമ്മിൽ ഇങ്ങനെ പ്രസ് ചെയ്യും. നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയേ. പ്രസ് ചെയ്തോ? അതായത് നമ്മുടെ നെയിൽ ഉണ്ടല്ലോ, നെയിലിന്റെ അറ്റത്തായിട്ട് ഒന്ന് പ്രസ് ചെയ്യൂ. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് കളറാണ് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. ആണോ? നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തേ. വൈറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ടോ? അതെ. ഇനി അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കിയേ. റിമൂവ് ചെയ്യൂ. എന്ത് കളറാ കാണാൻ സാധിക്കുന്നേ? റിമൂവ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ വൈറ്റ് കളർ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നാൽ അത് റിമൂവ് ചെയ്യുമ്പോൾ റെഡ് കളർ ആകും. ഓക്കെ, ഇനി റെഡ് കളർ വരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പൾസ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ്, റെസ്പിറേഷൻ നോർമൽ അല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ്. അതായത് 2 സെക്കൻഡിനുള്ളിൽ ആ ഒരു ഇത് റെഡ് ആകും. നമ്മളിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ മാത്രമാണ് വൈറ്റ് ഉണ്ടാവുക. നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ തന്നെ അത് റെഡ് ആകും. ഇനി റെഡ് ആകുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കാപ്പിലറി റീഫിൽ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തതെന്ന് പറഞ്ഞാല് മെന്റൽ സ്റ്റാറ്റസ്, വെദർ ഹി ഷീ ക്യാൻ ഫോളോ എന്നാണ് കേട്ടോ. ഫോളോ കമാൻഡ്സ് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് സ്റ്റാർട്ട്. ഓക്കെ, അതായത് ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ കൈത്തണ്ടയിൽ പിടിച്ചു നോക്കി, കാപ്പിലറി റീഫിൽ വഴി ചെക്ക് ചെയ്ത് നോക്കി. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ്, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ, റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ, അല്ലെ? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കും. ചില പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വിളിക്കും, ഡോക്ടർ ഇങ്ങനെ വിളിക്കും, അയാളുടെ പേര് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും, അല്ലേ? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല റെസ്പോണ്ട് ചെയ്യുന്നത്? രോഗി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ചിലപ്പോ ഡോക്ടർ തന്നെ ആയിരിക്കണം എന്നില്ല. ഡോക്ടർ ചിലപ്പോൾ റിലേറ്റീവ്സിനോട് പറയും, ബന്ധുക്കളോട് പറയും, നിങ്ങളൊന്ന് തട്ടി വിളിക്കാനായിട്ട് പറയും. അപ്പൊ ഡോക്ടർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ രോഗിയെ തട്ടി വിളിക്കുന്നത് കാണാം. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റൽ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള ആളുകളെ തിരിച്ചറിയുന്നുണ്ടോ, അദ്ദേഹത്തെ തന്നെ അറിയാമോ, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്തതിന്റെ ബാക്കി വരുന്നുണ്ട്. ബാക്കി ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എങ്ങനെയാണ് സ്റ്റാർട്ടിന്റെ സ്റ്റേജ് വരുന്നത് നമുക്ക് നോക്കാം. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഓക്കെ ആണ്? ഓക്കെ, അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടോ. സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു.